പ്രഭാതഭേരി. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് നിശ്ചിത ജോലി സമയത്തിന് ശേഷം ഔദ്യോഗിക ഫോൺ കോളുകൾ, മെസ്സേജുകൾ, ഓൺലൈൻ മീറ്റിംഗുകൾ തുടങ്ങി തൊഴിൽപരമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള അവകാശമാണ് റൈറ്റ് ടു ഡിസ്കണക്ട്. സ്വകാര്യ മേഖലയിലെ ജോലിയുടെ സ്വഭാവം താരതമ്യേന പൊതുമേഖലയെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ് താനും. അതുകൊണ്ട് തന്നെ നിശ്ചയിച്ചിരിക്കുന്ന ടാർഗറ്റുകൾ അച്ചീവ് ചെയ്യാതെ ജോലി പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. ഇത് ജീവനക്കാരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. ജോലി സമയം കഴിഞ്ഞുള്ള സ്വകാര്യ നിമിഷങ്ങൾ കുടുംബത്തോടൊപ്പവും മറ്റും ചെലവഴിക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങളും കുറവല്ല. ഈ പശ്ചാത്തലത്തിലാണ് റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിന്റെ പ്രസക്തി. ഇതുവരെ സമൂഹമാധ്യമങ്ങളിൽ മാത്രം ചർച്ച ചെയ്തിരുന്ന ഈ വിഷയം നിയമസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. എന്താണ് റൈറ്റ് ടു ഡിസ്കണക്ട് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? പ്രഭാതഭേരിയുടെ അന്വേഷണം. റൈറ്റ് ടു ഡിസ്കണക്ട് ബിൽ നിയമസഭയിൽ സമർപ്പിച്ച ചീഫ് വിപ്പും കാഞ്ഞിരപ്പള്ളി MLA-യുമായ ഡോക്ടർ N. ജയരാജ്. റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന പേരിലെ ഒരു സ്വകാര്യ ബില്ല് നിയമസഭയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. അതിപ്പോൾ നിലവിലെ സഭയിൽ അവതരിപ്പിക്കാനായിട്ടുള്ള സന്ദർഭം ലഭിച്ചിട്ടില്ല. അത് നിയമസഭയുടെ വെബ്സൈറ്റിൽ നിന്നാണ് പലരും അറിഞ്ഞ് ഇത്തരം ആവശ്യങ്ങൾ എന്താണ് എന്നതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ചോദിക്കാനും മനസ്സിലാക്കാനും ശ്രമിച്ചത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പല മേഖലകളിലും തൊഴിലെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷൻസ് ഉൾപ്പെടെ അവർക്ക് പലപ്പോഴും അവരുടെ ജീവിതത്തിലെ ലെഷർ ടൈം അവർക്ക് ലഭിക്കാതെ പോകുന്നു. വ്യക്തിപരമായി പറയുമ്പോൾ അവർ പറയുന്നത് അവരുടെ ലൈഫിനും അവരുടെ ജോബിനും തമ്മിലുള്ള ഒരു പരസ്പരം പലപ്പോഴും അത് ഒരുമിച്ച് യോജിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് ഒരുപാട് മാനസികമായ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ആളുകൾ പലതരത്തിലുള്ള സൈക്കാട്രിക് പ്രോബ്ലത്തിലേക്ക് ഇതിനെ കടക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും പങ്കുവെച്ച ഒരു പൊതുവികാരം. പിന്നീട് ഈ നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന നിയമങ്ങൾ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. ഇത് യഥാർത്ഥത്തിൽ രാജ്യത്ത് തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു പൊതു പ്രശ്നം എന്ന നിലയിൽ, ഒരു സാമാജികർ എന്ന നിലയിൽ ഇതെങ്ങനെ അവതരിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നിയമസഭാ സാമാജികർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഒരു സ്വകാര്യ ബില്ലായിട്ട് ഇതിവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. സ്വകാര്യ കമ്പനിയിലെ HR ദിലീപ്. തീർച്ചയായിട്ടും ഒരു തൊഴിലാളി അല്ലെങ്കിൽ ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ടു ഡിസ്കണക്ട് എന്നൊരു അവകാശമുണ്ട് എന്നുള്ളത് പലരിലേക്കും എത്തിക്കുന്നത് നല്ലതാണ്. കാര്യം പലർക്കും ഇപ്പോഴും അവരുടെ പേഴ്സണൽ സമയം, ജോലി സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നറിയില്ല. അവർക്ക് അതിനെക്കുറിച്ചൊരു അവബോധമില്ല. പലരും സ്ട്രെസ്സിൽ പെടുന്നവരാണ്. അതായത് എക്സ്റ്റെൻഡഡ് ആയിട്ട് വർക്ക് പോകുന്നതുകൊണ്ട് മാനസിക സമ്മർദ്ദത്തിൽ പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പലർക്കും പല സ്ഥലത്തും ഒരു നോ എന്ന് പറയാനോ അല്ലെങ്കിൽ ഇതെന്റെ പേഴ്സണൽ ടൈമാണ്, ഇതെനിക്ക് എൻ്റെ കുടുംബത്തോടു കൂടി സ്പെൻഡ് ചെയ്യേണ്ട സമയമാണ് എന്ന് പറയാനുള്ള അവകാശം ഉണ്ട് എന്നവരെ ബോധിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതൊരു നിയമമായിട്ടോ അല്ലെങ്കിൽ ഒരു അവകാശമായിട്ടോ വരികയാണ് എങ്കിൽ അതിലുണ്ടാകുന്ന ചില വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രായോഗികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചും ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന പലരും ഫ്ലെക്സിബിലിറ്റി അല്ലാതെ തന്നെ ഉള്ളവരാണ്. പല ഓർഗനൈസേഷനിലും ഇപ്പോൾ ഒരുമാതിരി എല്ലാ ഓർഗനൈസേഷനിലും എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെയും രാവിലെ ഇത്ര സമയത്തിനുള്ളിൽ നമ്മൾ വന്നുകൊള്ളണം എന്ന് ആരും പറയുന്നില്ല. അങ്ങനെ ഒരു പ്രാക്ടീസ് മാറിയിട്ട് തന്നെ 10-15 വർഷത്തിന് മീതെയായി. വളരെ ചെറിയൊരു പെർസെൻറ്റേജ് ഓഫ് ഓർഗനൈസേഷൻസ് ഇപ്പോഴും തുടരുന്നുണ്ടാവും. അത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ളൊരു നയമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം തുടങ്ങുന്ന സമയത്തിന് നമുക്കൊരു റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് ഇരിക്കെ നമുക്ക് മൊത്തം വർക്ക് ചെയ്യുന്ന സമയത്തിന് ഒരു ടോട്ടൽ ഇത്ര സമയം വർക്ക് ചെയ്യണം എന്നും ഒരു നിയമം അല്ലെങ്കിൽ ഒരു കരാർ ഇരിക്കുമ്പോൾ റൈറ്റ് ടു ഡിസ്കണക്ട് ആഫ്റ്റർ സം പോയിന്റ് ഇൻ ടൈം മാത്രം നിയമം കൊണ്ടുവരുന്നത് ഒരു സാധുത ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് ഒന്നാമത്തെ വിഷയം. ഇനി അത് രണ്ടാമത് നമ്മളതൊരു തൊഴിൽ ദാതാവിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പല ഓർഗനൈസേഷൻസും പുറത്തുള്ള രാജ്യങ്ങളുടെ സമയത്തിൽ ഓവർലാപ്പ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമുക്കൊരു പക്ഷേ രാവിലെ വൈകി തുടങ്ങാം, അല്ലെങ്കിൽ അവർക്ക് അവധിയുള്ള ഒരു ദിവസം നമുക്ക് ഇവിടെ വലിയ വർക്ക് ലോഡ് കാണില്ല. അങ്ങനെയുള്ള
ഫ്ലെക്സിബിലിറ്റി പല ഓർഗനൈസേഷൻസിലും കൊടുക്കുന്നുണ്ട്. ഇനി അതില്ലാതെയായാൽ, അതായത് നമ്മളൊരു ഇന്ത്യ അല്ലെങ്കിൽ കേരളം എന്നുള്ളൊരു സംസ്ഥാനം ഒരു പക്ഷേ തൊഴിൽ തരുന്നവരുടെ കണ്ണിൽ നിന്നും വളരെ അൺഅട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാവാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ വിട്ടുകളയുകയാണെങ്കിൽ ഈ ഒരു ബില്ലില്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനൊരു നിയമമില്ലാത്ത പല നാടുകളും ഈ വർക്ക് ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കും. ഒരു കണക്കിന് നമ്മൾക്ക് പലതരത്തിലുള്ള ജോലി സാധ്യതകളും ഉള്ളത് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം ഒരിക്കലും ഇതൊരു തൊഴിൽ ദാതാവിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആലോചിച്ചെടുത്തിട്ടുള്ള തീരുമാനമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ. ആധുനിക യുഗത്തിലെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് സമ്മർദ്ദത്തിന്റെ തോത് വളരെയധികം കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു പ്രധാന കാരണം സമയക്കുറവ് മൂലം അവരുടെ ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ നിശ്ചിത സമയത്തിന്റെ ജോലിക്ക് ശേഷവും ക്ലയൻസിനെ കാണുകയും അല്ലെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു ബാധ്യത ഉണ്ടാകുന്നു. തൽഫലമായിട്ട് അവരുടെ പേഴ്സണൽ സ്പേസ് വളരെയധികം കവർന്നെടുക്കപ്പെടുന്നു. അവരുടെ ജീവിത പങ്കാളിയുമായിട്ടോ മക്കളായിട്ടോ മാതാപിതാക്കളായിട്ടോ സുഹൃത്തുക്കളായിട്ടോ എന്തിനേറെ പറയണ്ടു ഒരു വ്യായാമം ചെയ്യാനുള്ള സമയം പോലും അവർക്ക് ലഭിക്കാതെ വരുന്നു. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ അറ്റൻഡ് ചെയ്യുന്നതിനോ അതിന് യഥാക്രമം ചികിത്സ കൊടുക്കുന്നതിനോ അത് കണ്ടെത്തുന്നതിനോ ഒക്കെയും വളരെയധികം വൈകിപ്പോകുന്നു. കണക്ടിവിറ്റീസ് ഒക്കെയും തന്നെ നഷ്ടപ്പെടുന്നു. നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. നല്ല സൗഹൃദ വലയങ്ങൾ നഷ്ടപ്പെടുന്നു. സപ്പോർട്ട് സിസ്റ്റം നഷ്ടപ്പെടുന്നു. ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനോ ഒന്നും ആരും ഇല്ലാതെയാകുന്നു. ഇത്തരം ഒക്കെയും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി സമ്മർദ്ദത്തിന്റെ തോത് സാധാരണയിലധികം കൂടുതലായിരിക്കും. NCRBയുടെ ഒരു കണക്ക് പ്രകാരം ആത്മഹത്യയുടെ തോതാണെങ്കിലും സമ്മർദ്ദത്തിന്റെ തോതാണെങ്കിലും മാനസികാരോഗ്യ പ്രശ്നത്തിന്റെ തോതാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ഒരു അളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെയൊക്കെയും ഒരു പ്രധാന കാരണം അവർക്ക് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ സമയം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കവർന്നെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഇഷ്ടമായ വിനോദങ്ങളോ അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ഒന്ന് ഇടപഴകുന്നതിനോ ഒന്നിനും അവർക്ക് സമയം കണ്ടെത്താൻ സാഹചര്യമില്ലാതെ അവരുടെ സമ്മർദ്ദങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്ന് മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ടും ബന്ധങ്ങളിലെ ഉലച്ചിലായിട്ടും ലഹരി ഉപയോഗത്തിലേക്ക് തിരിയുന്നതായിട്ടും മൊബൈലിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഒക്കെ ആയിട്ടും അത് തീരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും റൈറ്റ് ടു ഡിസ്കണക്ട് എന്നുള്ള ഒരു ബില്ല് വളരെയധികം സ്വാഗതാർഹമാണ്. ഒരു സ്വകാര്യ ബാങ്കിലെ ജീവനക്കാരൻ. പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്ങിൽ കഴിഞ്ഞ ഒരു 10 വർഷത്തെ ചെറിയ കാലയളവിലുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ബില്ല് റൈറ്റ് ടു ഡിസ്കണക്ട് ബില്ലിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പം അതിന് തികച്ചും നല്ല വശങ്ങളും ചീത്ത വശങ്ങളും ഉണ്ട്. കാരണം പ്രൈവറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഇന്ത്യൻ എക്കണോമി തികച്ചും അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ എക്കണോമിയുടെ നിലനിൽപ്പും ഉള്ള ഒരു ബാങ്കിങ് സെക്ടറിൽ ഇത് 2 തരത്തിൽ ഉപയോഗിക്കപ്പെടാം. കാരണം നമുക്ക് ഡെയിലി വീക്കിലി ടാർഗറ്റുകൾ ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ എംപ്ലോയീസിനെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ബാങ്കിങ് അവേഴ്സിന് ശേഷമുള്ള മൾട്ടിപ്പിൾ കോൾസ് നമ്മുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസിലുള്ള ആ കോളുകൾ അവോയ്ഡ് ചെയ്യുക. ആ പ്രഷറുകൾ ഡെയിലി ഡെവലപ്പ് ചെയ്യുന്ന ഫാമിലി ഇഷ്യൂസിനെയും മെന്റൽ സ്ട്രെസ്സിനെയൊക്കെ ഒഴിവാക്കുന്ന തരത്തിൽ ഈ ബില്ല് കൊണ്ട് ഉപയോഗപ്പെടും. പക്ഷെ അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില മാനേജറിയൽ പൊസിഷനിലുള്ള ആളുകൾ ചെയ്യുന്ന അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ NBA സ്റ്റാമ്പിങ് പോലെയുള്ള സിറ്റുവേഷൻസ്, മന്ത് എൻഡിൽ നമുക്ക് നെക്സ്റ്റ് മന്തിലേക്ക് സ്പിൽ ഓവർ ആവാത്ത തരത്തിൽ നമ്മുടെ ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യേണ്ട സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള ചില ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ അത് വോളണ്ടറിലി ആയിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുക എന്നതായിരിക്കും ഈ ഒരു ബില്ലിൻ്റെ പോസിറ്റീവ് വശത്തിൽ നമ്മളത് കൊണ്ടുവരേണ്ടത്. അത് പിന്നെ നെഗറ്റീവ് എന്ന തലത്തിലേക്ക് പോകുമ്പോൾ ഈ മാനേജേഴ്സിൻ്റെ കോൾസിനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസിനെ ഒഴിവാക്കാതിരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് 2 തരത്തിലും നമുക്ക് പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റും. നെഗറ്റീവ് വശം കൂടി പോസിറ്റീവ് ആക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അഡ്വക്കേറ്റ് ആനന്ദ് ബ്രഹ്മാനന്ദൻ. 1947 ഇറങ്ങിയ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിനകത്ത് വളരെ വ്യക്തമായി എംപ്ലോയർ എന്താണ്, അല്ലെങ്കിൽ തൊഴിലാളി എന്താണ്, മുതലാളി എന്താണ്, തൊഴിലാളിയും തമ്മിലുള്ള തർക്കം എന്താണ്, തൊഴിലാളിയും മുതലാളിയും തമ്മിലുള്ള തർക്കം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നിയമപ്രകാരം വളരെ കൃത്യമായി ആ മേഖലയിലുള്ള ഈ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അൺഫെയർ ലേബർ പ്രാക്ടീസ് നിർത്തലാക്കാനും അതിനകത്ത് അങ്ങനെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അതിന്റെ പെനാൽറ്റിയെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന നിയമമാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് എന്ന് പറയുന്നത്. ആ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഉണ്ട്, ഫാക്ടറീസ് ആക്ട് ഉണ്ട്,
ഷോപ്പ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിനകത്ത് വളരെ വ്യക്തമായിട്ട് ഡ്യൂട്ടി അവേഴ്സിനെ കുറിച്ചും ഫാക്ടറീസ് ആക്ടിന്റെ ഡ്യൂട്ടി അവേഴ്സിനെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ നിയമത്തിനകത്തൊക്കെ കൃത്യമായി ഒരു ദിവസം ഒരു തൊഴിലാളി 9 മണിക്കൂറിൽ കൂടുതൽ വർക്ക് ചെയ്യണ്ട എന്നും മാക്സിമം 10 മണിക്കൂറിനപ്പുറം വരെ ഒരു ദിവസം ജോലി ചെയ്താൽ മതി. അത് കൃത്യമായ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയുള്ള ഡ്യൂട്ടി അവേഴ്സിനകത്ത് ഇന്റർവെൽ അരമണിക്കൂർ കൊടുത്തുകൊണ്ടും അതിൻ്റെ കാൽക്കുലേഷൻസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ദിവസം 9 മുതൽ 10 മണിക്കൂറിനപ്പുറത്തേക്ക് ജോലി ചെയ്യണ്ട എന്ന് ആ നിയമം പ്രത്യേകം പറയുന്നുണ്ട്. ഇങ്ങനൊരു നിയമം കൃത്യമായി പറയുന്ന സാഹചര്യത്തിൽ ഇങ്ങനൊരു ബില്ലിന്റെ ആവശ്യകതയെ കുറിച്ച് തന്നെ പറയേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ. തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള ഉടമ്പടികൾ പരസ്പരമുള്ള ആശ്രയമാണെന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട്. റൈറ്റ് ടു ഡിസ്കണക്ട് തൊഴിലുടമകൾ ഈ വ്യവസ്ഥകൾ അംഗീകരിക്കുമോ? ഈ ആശങ്ക പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും പൊതു തൊഴിൽ ചട്ടങ്ങളിൽ തൊഴിലാളിക്ക് നിശ്ചിത സമയം അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് അവസരം നൽകുന്നുണ്ട്. ആ അവസരങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതല്ലേ നല്ലത്? കാരണം ചട്ടങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അപ്പുറം മനുഷ്യത്വം എന്നൊന്നുണ്ടല്ലോ. അതുകൂടി പരിഗണിക്കപ്പെടണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ.